എല്ലാവർക്കും നമസ്കാരം. NB ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നലത്തെ ചലഞ്ച് ചെയ്തു. ഇനി ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത് നിസ്സാരമായിട്ടൊരു ചലഞ്ചാണ്. വേറൊന്നുമല്ല, നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് ഫോൺ ഉപയോഗിക്കരുത്, അല്ല സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത്. ഫുഡ് നമ്മൾ നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുക. കുടുംബത്തോടൊപ്പം ഇരുന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ആ ഫുഡ് കഴിക്കുമ്പോൾ അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആണ് ഉള്ളത്, അതെങ്ങനെയായിരിക്കും പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, അത് നമുക്ക് എത്ര ടേസ്റ്റിയാണ് അല്ലെങ്കിൽ എത്ര ഹെൽത്തിയാണ് എന്നൊക്കെ നമ്മളൊന്ന് മനസ്സിൽ ചിന്തിച്ച് ആ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിൽ ചിന്തിച്ച് നമ്മൾ കഴിക്കുക. അല്ലാതെ മൊബൈൽ സ്ക്രോൾ ചെയ്ത് ഫുഡ് കഴിക്കണ്ട. അതാണ് ഇന്നത്തെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. എൻ്റെ മൂത്ത കുട്ടിയും കൊറോണയുടെ ഒരു ടൈമിൽ ഇങ്ങനെയായിരുന്നു. മൊബൈൽ കാണാതെ ഫുഡ് കഴിക്കത്തില്ലായിരുന്നു. പക്ഷെ ഒരു ദിവസം ഞാൻ തന്നെ ഒരു തീരുമാനം എടുത്തു. അതായത് ഫുഡ് കഴിച്ചില്ലെങ്കിൽ വേണ്ട, മൊബൈൽ കൊടുക്കണില്ല. ആദ്യമൊക്കെ രാവിലെ മുതൽ ഭയങ്കര ബഹളമായിരുന്നു. പക്ഷെ പിന്നീട് പുള്ളിക്ക് വിശന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി കഴിക്കാൻ തുടങ്ങി. ഞാനൊരു കാര്യം വേറൊന്നുമല്ല, ഒരു പാരൻറ്റിങ് ടിപ്സ് പോലെ ഞാൻ പറയുകയാണ്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണ്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുട്ടികളെ ഫുഡ് കഴിക്കാനായിട്ട് അത് കഴിക്കുന്നതായിട്ട് നിർബന്ധിക്കേണ്ട കാര്യമില്ല. ഞാനങ്ങനെ നിർബന്ധിക്കാത്ത ഒരാളാണ്. ഇനി മറ്റുള്ളവരുടെ അഭിപ്രായം എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞതേ ഉള്ളൂ. അവർക്ക് എപ്പോഴാണോ ഒരു കംഫർട്ടായിട്ടുള്ള ടൈം ആകുന്നത് ആ ഒരു ടൈമിൽ കൊടുക്കുക. നമ്മൾ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് യൂഷ്വലി നമ്മൾ കൊടുത്തു വിടുമ്പോൾ ആ ഒരു ടൈമിങ്ങിൽ രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം അങ്ങനെ അത് പൊക്കോളും. അപ്പോൾ ഈ അവധി ദിവസമൊക്കെ വരുമ്പോൾ എനിക്ക് വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, രാവിലെ ഞാൻ സാധാരണ പോലെ തന്നെ ഫുഡ് ഉണ്ടാക്കും. പക്ഷെ അത് ഇങ്ങനെ വിളിച്ച് നിൽക്കണം. പിന്നെ എനിക്ക് തോന്നി വിളിക്കണ്ട, ഫുഡ് ഉണ്ടാക്കി വെക്കുക, അവരവരുടെ കംഫോർട്ട് ടൈമിൽ കഴിക്കട്ടെ. ഇനി അവർക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട. ഒരുപാട് നിർബന്ധിച്ച് നമ്മൾ വഴക്കുണ്ടാക്കി അവരെ കൊണ്ട് കഴിപ്പിക്കുന്നതിലും നല്ലത് അവരവരുടേതായ രീതിയിൽ സ്വന്തമായിട്ട് കഴിക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അങ്ങനെ. അപ്പോൾ ഇന്നത്തെ ചലഞ്ച് മറന്നു പോകരുത്. ഫുഡ് കഴിക്കുമ്പോൾ ഫോൺ നോക്കരുത്. ഇപ്പം ഞാൻ വീഡിയോസ് ഇച്ചിരി പതുക്കെയാണ് എഡിറ്റ് ചെയ്തെടുക്കുന്നത്. കാരണം വേറൊന്നുമല്ല, എൻ്റെ കയ്യിൽ ലാപ്ടോപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല. ഞാൻ എൻ്റെ ഫോണിൽ തന്നെയാണ് എഡിറ്റിംഗ് എല്ലാം ചെയ്യുന്നത്. മൈക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ വോയിസ് ഒക്കെ ചെറിയൊരു പ്രശ്നം വരുന്നത്. പിന്നെ എനിക്കിപ്പോൾ സോഷ്യൽ മീഡിയ ഡീറ്റോക്സിങ് ആയതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ കൂടുതലും എടുക്കുന്നത്. അല്ലാതെ ഞാനങ്ങനെ ഇപ്പോൾ എടുക്കുന്നില്ല. ജസ്റ്റ് വാട്സപ്പിൽ മെസ്സേജ് നോക്കും. ആരെങ്കിലും കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ആൻസറിങ് ചെയ്യും. അല്ലാതെ അങ്ങനെ അധികമായിട്ട് ഞാൻ മൊബൈൽ എടുക്കുന്നില്ല. അപ്പോൾ എനിക്ക് തന്നെ ഇപ്പം മടിയായി തുടങ്ങിയിട്ടുണ്ട് മൊബൈൽ എടുക്കുന്നത്. കാരണം എനിക്ക് വേറെ വേറെ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാനുള്ളത് കൊണ്ട് മൊബൈൽ എടുക്കുന്നില്ല. പിന്നെ അഥവാ മൊബൈൽ എടുക്കുന്ന തോന്നുന്ന ടൈമിൽ ഞാൻ ബുക്ക് വായിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം സോഷ്യൽ മീഡിയ ഡീറ്റോക്സ് ചെയ്യാൻ തന്നെ ശ്രമിക്കുക. കാരണം നമ്മുടെ ലൈഫിൻ്റെ പ്രൊഡക്ടിവിറ്റി കുറയ്ക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. നമുക്ക് സ്ട്രെസ്സും ആൻസൈറ്റിയും എല്ലാം കൂടി നമ്മളുടെ ഒരു ലൈഫ് മൊത്തത്തിൽ തകിടം മറിക്കും. അപ്പോൾ ഇതിൽ നിന്ന് വിട്ടു നിന്നാൽ തന്നെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇപ്പോൾ പ്രൊഡക്റ്റീവ് ആകാൻ പറ്റും, സോഷ്യൽ ആൻസൈറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റും, അതുപോലെ എക്സസൈസ് ചെയ്യാം, ഫുഡ് ചെയ്യാം, നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യാം, അങ്ങനെ ഡയറ്റിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അപ്പം നാളെ തൊട്ട് ഞാൻ വേറൊരു ചലഞ്ചും കൂടി ചെയ്യുന്നുണ്ട്. വേറെ ഒന്നുമില്ല, നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ഡീറ്റോക്സിങ് ചെയ്യുന്നത് കൊണ്ട് മൊബൈലിൽ അധികം ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പം അത് വേറൊരു ചലഞ്ച് പോലെ ഞാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നാളെ പറയാം. അപ്പോൾ ഇന്നത്തെ ചലഞ്ച് എല്ലാവരും ചെയ്തതിന് ശേഷം കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് ഇടണം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്